നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതന്റെ തലയെടുത്ത് ഈ ആക്രമണം ഞങ്ങൾ അവസാനിപ്പിക്കൂ. ജൂതന്മാരുടെ നാശം കാണണം. വാഷിംഗ്ടണിൽ ലെബനൻ ഇസ്രയേൽ ചർച്ച നടക്കുന്നതിനിടയിലും കൊലവിളിച്ച ഹിസ്ബുള്ളയെ ബങ്കറിലിട്ട് കത്തിച്ച് IDF. ഒരു വഴിക്ക് ലെബനൻ സർക്കാരുമായി ചർച്ച, മറ്റൊരു വഴിക്ക് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആഞ്ഞടിച്ച് ഇസ്രയേൽ. ലെബനന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ അവിടെ ഇട്ട് കത്തിക്കാനാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉത്തരവിട്ടത്. ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പൊട്ടിത്തെറിക്കുന്നു. ഇറാന്റെ ഓരോ കൊലവിളിക്കും ലെബനനിലെ ഓരോ മേഖല കത്തിച്ചാണ് ഇസ്രയേൽ മറുപടി കൊടുക്കുന്നത്. ഇസ്രയേലുമായി ഒരു സമാധാനവുമില്ല എന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം. ലെബനൻ സർക്കാർ ഇസ്രയേൽ ചതിയിൽ വീഴരുതെന്നാണ് ഹിസ്ബുള്ള വാദിക്കുന്നത്. ലെബനനിൽ ആധിപത്യം സ്ഥാപിച്ച് സർക്കാരിനും വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഹിസ്ബുള്ള കാളകൂട വിഷമാണ്. അവരെ ഇല്ലാതാക്കേണ്ടത് ലെബനൻ സർക്കാരിൻ്റെ കൂടെ ആവശ്യമാണ്. ഇസ്രയേൽ അമേരിക്കൻ ഭാഗത്ത് ലെബനീസ് സർക്കാർ നിലയുറപ്പിച്ചാൽ ഹിസ്ബുള്ളയ്ക്ക് വൻ തിരിച്ചടിയാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാനിലേക്ക് സംയുക്ത ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങിയത്. അതിന് അതിമാരകമായ തിരിച്ചടിയായിരുന്നു ലെബനനിൽ ഇസ്രയേൽ നടത്തിയത്. ഇതിൽ അടി ഇരന്നു വാങ്ങാൻ വന്നു കയറിയ കൂട്ടമാണ് ഹിസ്ബുള്ള. ഇപ്പോൾ ഇസ്രയേൽ കയറി അടിച്ച് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു മെഴുകുകയാണ്. ഇറാന്റെ മുൻപിൽ ജീവന് വേണ്ടി യാചിക്കുകയാണ്. ഒളിക്കാൻ ഒരിടവും ബാക്കിയില്ലാത്ത തരത്തിലേക്ക് ലെബനനിൽ തെക്ക് വടക്ക് ഓടിക്കുകയാണ് ഇസ്രയേൽ സംഘം ഹിസ്ബുള്ളയെ. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇതിനോടകം തന്നെ പല നിലപാടുകൾ അമേരിക്ക സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സമീപനവും ട്രംപ് പുറത്തെടുത്തിരുന്നു. എന്നാൽ ഒരൊറ്റ നിലപാടിൽ തുടക്കം മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഇസ്രയേലാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇറാനെയും ഇറാന്റെ പ്രോക്സികളെയും അടിച്ചില്ലാതാക്കുക, ജൂതന് ഭീഷണിയായി നിൽക്കുന്ന ഭീകര രാഷ്ട്രത്തെ മുച്ചൂടും മുടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഇസ്രയേൽ ലെബനനിൽ അതിമാരക ആക്രമണം പുറത്തെടുത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ സമാധാന ശ്രമങ്ങളിൽ നിർണായക വഴിത്തിരിവുണ്ടായതായിട്ടാണ് വാഷിംഗ്ടണിൽ നിന്ന് സൂചനകൾ പുറത്തുവരുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേലും ലെബനനും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തിയത് 1993 ഇരു രാജ്യങ്ങളും തമ്മിൽ അവസാനമായി ചർച്ച നടന്നത്. വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചയെ ചരിത്രപരമായ അവസരം എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ എവിടെ വെച്ച് നടക്കും എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. മേഖലയിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ സ്വാധീനം അവസാനിപ്പിക്കാനാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായി നേരിട്ടുള്ള ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന കർശന നിലപാടാണ് ചർച്ചയിൽ ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത്. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും രൂക്ഷമായ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ വേണമെന്നും ലെബനൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ചർച്ചയിൽ US ഇസ്രയേൽ അംബാസഡർ യെച്ചിൽ ലീറ്റർ, US ലെബനീസ് അംബാസഡർ നദ ഹമാദെ മൊവാദ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തിരുന്നു. ലെബനൻ ഇസ്രയേൽ ചർച്ചകളിൽ ഉണ്ടാകുന്ന ഒരു കരാറും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള വെല്ലുവിളിക്കുകയാണ്. ഈ ചർച്ചകളെ തങ്ങൾ ശക്തമായി എതിർക്കുന്നുവെന്ന് മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ വഫീഖ് സഫ പ്രഖ്യാപിച്ചത്. നയതന്ത്ര ബന്ധമില്ലാത്ത ലെബനനും ഇസ്രയേലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നേരിട്ടെത്തിയ ചർച്ചയായതുകൊണ്ട് ലോകം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഈ ചർച്ചയെ. കാരണം ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടത് ലോകരാജ്യങ്ങളുടെയും ആവശ്യമാണ്. കാരണം ഇറാൻ ഹോർമുസിൽ പൂർണ്ണമായും കൊട്ടിയടച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം, അതുവഴി ഇസ്രയേലിനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയ്ക്ക് കഴിയണം എന്നുള്ള ഒരു ആയുധമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ലെബനനും ഇസ്രയേൽ എന്ന ഞങ്ങളുടെ ശത്രു രാജ്യവും തമ്മിലുള്ള ഈ ചർച്ചകളുടെ ഫലങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമോ ആശങ്കയോ ഇല്ല. അവർ എന്ത് ധാരണയിലെത്തിയാലും അത് ഞങ്ങളെ ബാധിക്കില്ല. അത് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വഫീഖ് സഫ പ്രതികരിച്ചത്.
ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിച്ച ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ വിശ്രമിക്കില്ല, പോരാട്ടം അവസാനിപ്പിക്കില്ല, കീഴടങ്ങുകയുമില്ല. പടനിലങ്ങൾ സംസാരിക്കട്ടെ എന്ന് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രതികരിച്ചത്. ഇസ്രയേലുമായി ഇനി ലെബനൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകരുതെന്നും നയീം ഖാസിം വെല്ലുവിളിച്ചു. കയ്യേറ്റക്കാരായ ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ചർച്ചകളിൽ നിന്ന് ലെബനൻ സർക്കാരും പിന്മാറണം. അതാണ് ഇപ്പോൾ എടുക്കേണ്ട ചരിത്രപരവും ധീരവുമായ നിലപാട്. ഇത്തരം ചർച്ചകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. പകരം ലെബനൻ മുഴുവൻ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകണം. ഇസ്രയേലിന് മുൻപിൽ ഞങ്ങൾ ഒരിക്കലും അടിയറവ് പറയില്ല. അവസാന ശ്വാസം വരെ പോരാടും. ഇസ്രയേൽ സേന ലെബനനിൽ പ്രവേശിച്ചാൽ അത് ഇസ്രയേൽ പൗരന്മാരുടെ സുരക്ഷയെ തന്നെയാകും ബാധിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ഹിസ്ബുള്ള നടത്തിയ മിലിറ്ററി ആക്ഷനുകളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ലെബനൻ സർക്കാരിന്റെ നടപടി പിന്നിൽ നിന്നും കുത്തുന്നതായിരുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും തകർക്കാനുമായി ലെബനൻ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് ഇസ്രയേലും അമേരിക്കയും പറയുന്നുണ്ട്. എന്നാൽ സൈന്യത്തിന് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നും നയീം ഖാസിം പറയുന്നു. അതായത് നയീം ഖാസിം ഉൾപ്പെട്ട ഹിസ്ബുള്ള ഭീകരർ ലെബനൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ ഒരു നീക്കം ഈ രാജ്യത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലെബനൻ ഭരണകൂടവും സൈന്യവും ഉണ്ടാകില്ല എന്നുള്ള കൊലവിളിയാണ് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെബനനിലെ ഒരു ഭാഗം പിടിച്ചടക്കിക്കൊണ്ട് ലെബനൻ സർക്കാരിനെയും ലോകത്തെയും വരെ ഭീകരവാദം കൊണ്ട് മുക്കുകയാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രോക്സി സംഘങ്ങൾ. അതിനൊരു അറുതി വരുത്താനാണ് ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനാണ് ലെബനൻ ഭരണകൂടം ഈ US ചർച്ചകളിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക, ലെബനനുമായി സമാധാന കരാർ ഉണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നാണ് നെതന്യാഹുവിന്റെ വക്താവും ചർച്ചയിൽ വ്യക്തമാക്കിയത്. US ഇറാൻ ചർച്ചകളിൽ ലെബനനെ ഉൾപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചുവെങ്കിലും ഇസ്രയേലും USഉം അത് നിരസിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നിർത്തിയെങ്കിലും തെക്കൻ ലെബനനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. മാർച്ച് 2-ന് ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള പോരാട്ടക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഈ യുദ്ധം ലെബനനിൽ 10 ലക്ഷത്തിലധികം ആളുകളെ കുടിയൊഴിപ്പിക്കുകയും 2000-ലധികം പേരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തു. ഹിസ്ബുള്ളയെ നശിപ്പിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ തടയാനുള്ള മുൻകൂർ പ്രതിരോധമായിരുന്നു തങ്ങളുടെ നീക്കമെന്ന് ഹിസ്ബുള്ള വക്താവ് അവകാശപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ ആക്രമണത്തിൽ 250 ഹിസ്ബുള്ള ഭീകരരെ കൊലപ്പെടുത്തിയെന്ന ഇസ്രയേൽ അവകാശവാദം വഫീഖ് സഫ തള്ളി. ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടവർ 100% സാധാരണക്കാരാണെന്നും ഹിസ്ബുള്ളയുടെ ഒരു ഉദ്യോഗസ്ഥനും എവിടെയും മരിച്ചിട്ടില്ല എന്നാണ് സഫ പറയുന്നത്. എന്നാൽ ഹിസ്ബുള്ളകൾ പതിയിരുന്ന ടണലുകൾ നോക്കി ഇസ്രയേൽ അതിമാരക ആക്രമണമാണ് നടത്തിയത്. ഹിസ്ബുള്ളകൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ ഹിസ്ബുള്ള തയ്യാറാകാത്തതാണ് എന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ സെക്രട്ടറി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വഫീഖ് സഫ തള്ളിക്കളഞ്ഞു. ലെബനൻ സർക്കാരും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തെ സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ സൈന്യം പിന്മാറുകയും വെടിനിർത്തൽ ഉണ്ടാകുകയും ചെയ്താൽ ആയുധങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ച് സർക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും എന്നാൽ ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്നും സഫ വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള ചർച്ചകളിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യവുമായി ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരുടെ വലിയ ഒരു പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്നിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ വാഷിംഗ്ടണിൽ ചർച്ച നടന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത് ലെബനനിലെ ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് മറുപടി പറയിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ രംഗത്തേക്ക് വന്നത്. എന്നാൽ വലിയ നാശമാണ് ഹിസ്ബുള്ളയ്ക്കും ഹിസ്ബുള്ള കാരണം ലെബനനും സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഇസ്രയേൽ ലെബനനിൽ അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത്. 300 പേരാണ് ഒരൊറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ലെബനനിൽ പല ഗ്രാമങ്ങളും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും വെടിനിർത്തലിലേക്ക് എത്തണമെന്ന് ലെബനൻ സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ തീർത്തുകെട്ടിയേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ, ഈ ആക്രമണം നിർത്തൂ എന്ന് ഇസ്രയേൽ കട്ടായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കെ
ലെബനൻ സർക്കാർ മുൻകൈയെടുക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ലെബനനിൽ സ്ഥിരമായി സൈന്യത്തെ വിന്യസിക്കും എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത്. ലെബനൻ സൈന്യവും ഹിസ്ബുള്ളയെ തകർക്കാൻ ഒപ്പം നിൽക്കണം എന്നുള്ള ആഹ്വാനം അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാഷിംഗ്ടണിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച നടക്കുമ്പോൾ പോലും ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള അതിമാരക ആക്രമണമായിരുന്നു നടത്തിയത്. അതിന് കാരണം ഹിസ്ബുള്ളകൾ വലിയ രീതിയിലുള്ള കൊലവിളി ഇസ്രയേലിന് നേരെ നടത്തിയെന്നുള്ളതാണ്. ജൂതരെ കൊന്നൊടുക്കും, ജൂതരുടെ ചോര വീഴ്ത്തും എന്നൊക്കെയുള്ള കൊലവിളികൾ വന്നപ്പോൾ IDF അതിമാരക ആക്രമണം പുറത്തെടുത്തത്. വടക്കൻ ഇസ്രയേലിലെ പല പ്രദേശങ്ങളിലും മിസൈൽ, ഡ്രോൺ മുന്നറിയിപ്പുകൾ മുഴങ്ങുന്നത് ഇപ്പോൾ പതിവാകുകയാണ്. ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇരുപക്ഷവും സഹകരിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഈ സമാധാന ശ്രമം ദീർഘമേറിയ ഒന്നാണെങ്കിലും മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണെന്ന് മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ലെബനനിലെ ജനങ്ങളുടെ ദുരിതത്തിന് ഈ ചർച്ചകൾ അറുതി വരുത്തുമെന്ന് പ്രസിഡന്റ് ജോസഫ് ഔൺ പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല ലെബനൻ സൈന്യത്തിൽ മാത്രം നിക്ഷിപ്തമാകുക എന്നതാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ലെബനൻ സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. വാഷിംഗ്ടണിലെ ചർച്ചകളിൽ എത്തുന്ന തീരുമാനങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അടിയറവ് പറയിക്കാൻ ലെബനൻ സർക്കാരും സൈന്യവും കൂടി രംഗത്തേക്ക് ഇറങ്ങിയേ മതിയാകൂ എന്നുള്ള ഘട്ടം എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ലെബനനിൽ തീ തുപ്പിക്കൊണ്ടിരിക്കും. ലെബനന്റെ തെക്കൻ മേഖലകളിലും രാഷ്ട്രീയത്തിലും ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. സർക്കാരിന് പോലും, അതായത് ലെബനൻ സർക്കാരിനും സൈന്യത്തിനും പോലും ഭയമാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ. കാരണം സർക്കാർ സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങളെക്കാൾ വജ്രായുധങ്ങൾ, അതിമാരക ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. ഇതെല്ലാം ഇറാനിൽ നിന്ന് എത്തുന്നതാണ്. ഇറാന്റെ ശക്തമായ ഒരു പ്രോക്സി തന്നെയാണ് ഹിസ്ബുള്ള. എന്നാൽ ഈ പ്രോക്സിയെ മുച്ചൂടും തകർത്തത് ഇസ്രയേലാണ്. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ലെബനനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ആക്രമണം താങ്ങാൻ കഴിയില്ല എന്നാണ് ചർച്ചയ്ക്കെത്തിയ ലെബനൻ സർക്കാരിൻ്റെ വക്താക്കൾ ഇസ്രയേലിനോട് പറഞ്ഞത്. ഇറാന്റെ ആവശ്യത്തിന് മുൻപേ തന്നെ ലെബനൻ ഇസ്രയേൽ ചർച്ചകൾ അമേരിക്ക പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിലെ സംഘർഷത്തെ തുടർന്ന് 10 ലക്ഷത്തോളം ആളുകളാണ് ലെബനനിൽ ഭവനരഹിതരായത്. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ലെബനീസ് പ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ ഈ ഒരു നീക്കത്തിന് ഇസ്രയേൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ള വീണ്ടും രംഗത്തേക്ക് വന്നത്. ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ അടിച്ചൊതുക്കി ഇല്ലാതാക്കിയതാണ് ഇസ്രയേൽ. വീണ്ടും അവർ തലപൊക്കുമ്പോൾ അതിന് പിന്നിൽ ഇറാനാണ് അവരുടെ ശക്തി കേന്ദ്രമെന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയാം. അതുകൊണ്ട് തലപൊക്കിയ ഹിസ്ബുള്ളയെ വീണ്ടും അടിച്ചൊതുക്കുക, അവരെ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇസ്രയേലിനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.